السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരങ്ങളെ, ഷറഫൽ അനാം പാർട്ട് 19. ഫഖാലത്ത് ഇന്നക ലനബിയ്യുൻ കരീം. അപ്പോ ആ യഹൂദിയുടെ ഭാര്യ പറഞ്ഞു, ഇന്നക നിശ്ചയം നബിയെ തങ്ങൾ, ലനബിയ്യുൻ കരീം താങ്കൾ ബഹുമാന്യരായ ഒരു നബിയാണ്. വ ഇന്നക നിശ്ചയം നിങ്ങൾ ലഅലാ ഖുലുഖിൻ അളീം വണ്ണമായ സ്വഭാവത്തിന്റെ മേലുമാണ്, സംശയം ഇല്ല. വളരെ മാന്യനായ ഒരു പ്രവാചകനാണ്. തഈസ നശിച്ചിരിക്കുന്നു മൻ ഒരുത്തൻ, ഖാലഫ അംറക നിങ്ങളുടെ കൽപ്പനക്ക് എതിര് നിന്ന ഒരുത്തൻ, അവൻ നശിച്ചിരിക്കുന്നു. ഖാബ മൻ ജഹില ഖദ്റക നിങ്ങളുടെ സ്ഥാനത്തെ അറിയാത്ത ഒരുത്തൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഉംദുദ് യദൈക നബിയെ അവിടുത്തെ ഉംദുദ് യദക അവിടുത്തെ കൈ തങ്ങൾ നീട്ടണം. ഫ അന നിശ്ചയം ഞാൻ, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സുമ്മ ഇന്നഹ പിന്നെ ആ യഹൂദിയുടെ ഭാര്യ, ആഹദത്തില്ലാഹ ഫീ സിദ്ദിഹ സുമ്മ ഇന്നഹ പിന്നെ ഈ യഹൂദിയുടെ ഭാര്യ ആഹദത്ത് അവള് കരാർ ചെയ്തു അള്ളാഹുവിനോട്, ഫീ സിദ്ദിഹ അവളുടെ ഖൽബിൽ ആ സ്വപ്നത്തിൽ വെച്ചുകൊണ്ട് തന്നെ അവളുടെ ഹൃദയത്തിൽ സത്യം ചെയ്തു, അന്നഹ നിശ്ചയം അവൾ ഇതാ അസ്ബഹത്ത് നേരം പുലർന്നാൽ, തതസദ്ദഖു ബിജമീഇ മാ തംലിക്കുഹു അവൾ ഉടമയാക്കിയ ഒന്ന് മുഴുവത്തെയും കൊണ്ട് അവൾ സദഖ ചെയ്യും. മാത്രവുമല്ല വതസ്നഉ മൗലിദൻ ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവള് മൗലിദും കഴിക്കും. ഫർഹതൻ ബി ഇസ്ലാമിഹ തന്റെ ഇസ്ലാം കൊണ്ട് സന്തോഷിച്ചിട്ട്, വശുക്രൻ ലിറുഅയല്ലത്തി റഅത് ഫീ മനാമിഹ തന്റെ സ്വപ്നത്തിൽ താൻ കണ്ട ആ സ്വപ്നത്തിനക്ക് നന്ദിയായിട്ടും റസൂലുള്ളാഹിന്റെ മൗലിദ് കർമ്മം തന്നെ നടത്തും എന്ന് അവൾ സത്യം ചെയ്തു. ഫലമ്മ അസ്ബഹത്ത് അങ്ങനെ അവർ നേരം പുലർന്നപ്പോ, റഅത് സൗജഹ അവരവരുടെ ഭർത്താവിനെ കണ്ടു, ഖദ് ഹയ്യ അൽ വലീമത നിശ്ചയം അദ്ദേഹം വലീമത്തിനെ തയ്യാറാക്കിയിരിക്കുന്നു. ഭർത്താവ് തന്നെ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. വഹുവ അദ്ദേഹം ഫീ ഹിമ്മത്തിൻ അളീമത്തിൻ വലിയ മനക്കരുത്തിലാണ്, വളരെ വലിയ ആവേശത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഫതഅജ്ജബത് മിൻ അംരിഹി അത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിനാൽ അവൾ അത്ഭുതപ്പെട്ടു, എന്തേ എന്റെ ഭർത്താവിന് സംഭവിച്ചത്. ഫഖാല ലഹ വഖാലത്ത് ലഹു അവള് അവരോട് ചോദിച്ചു, മാലി അറാക ഫീ ഹിമ്മത്തിൻ സാലിഹ എന്താണ് നിങ്ങളെ ഞാൻ കാണുന്നത് നല്ല ഒരു മനക്കരുത്തിലായിട്ട്, ഒരു നല്ല മനസ്സ ഉള്ള ഒരാളായിട്ട് നിങ്ങളെ ഞാൻ കാണുന്നു, എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഫഖാല ലഹ അപ്പോ ആ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, മിൻ അജ്രില്ലദി അസ്ലംതി അലാ യദൈഹിൽ ബാരിഹത്ത ഇന്നലെ നീ മുസ്ലിമായിലെ ആ ഒരു വ്യക്തിയുടെ കൈയാൽ, ആ കാരണത്തിന് വേണ്ടി തന്നെ. ഫഖാലത്ത് ലഹു അപ്പോ അവള്
ഭർത്താവിനോട് ചോദിച്ചു, മൻ കശഫലക അൻ ഹാദ സിദ്ദിൽ മസൂനി, ഞാൻ എന്റെ ഖൽബിൽ സൂക്ഷിക്കപ്പെട്ട ഈ രഹസ്യത്തിനെ തൊട്ട് നിങ്ങൾക്ക് ആരാണ് ഒളിവാക്കി തന്നത്? വമൻ അത്ലഅക അലൈഹി, അതിന്റെ മേൽ നിങ്ങൾക്ക് ആരാണ് ഒളിവാക്കിയത്? ഫഖാല ലഹ, അപ്പോ ഭർത്താവ് അവളോട് പറഞ്ഞു, അല്ലദീ അസ്ലംതു ബഅദകി അലാ യദൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലദീ ഒരാൾ തന്നെ, അസ്ലംതു ബഅദകി നിന്റെ ശേഷം ഞാൻ മുസ്ലിമായി, അലാ യദൈഹി അവരുടെ കയ്യാൽ. അപ്പോ അവർ നിമിത്തം ഞാൻ നിന്റെ ശേഷം മുസ്ലിമായി, അവരെന്നെയാണ് എനിക്ക് അറിയിച്ചു തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവരുടെ മേല് ഗുണവും രക്ഷയും ചെയ്യട്ടെ. കുല്ലമാ അറഫ ബില്ലാഹി വദഅ ഇലൈഹി, അള്ളാഹിനെ കൊണ്ട് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുമ്പോഴൊക്കെയും ആ അള്ളാഹു തആലാനെ കൊണ്ട് അവര് വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും, അതായത് എല്ലാ സമയത്തും അള്ളാഹു തആല സ്വലാത്തും സലാമും നബിയുടെ മേൽ ചെയ്യട്ടെ എന്നർത്ഥം. ഫഹുവ, കാരണം ആ റസൂലുള്ളാഹിൽ മുശഫഉ അയൽ മഖ്ബൂലു ശഫാഅത്തിനർത്ഥം ശഫാഅത്തിന് സ്വീകരിക്കപ്പെടുന്നവരാണ് ഗദൻ, നാളെ മഹ്ശറയിൽ, ഫീമൻ ഒരുത്തരുടെ വിഷയത്തിൽ, യുസല്ലി വ യുസല്ലിമു അലൈഹി, ആ ഒരുത്തൻ അവരുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലും, അങ്ങനത്തെ ഒരുത്തന്റെ വിഷയത്തിൽ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരാണ്. ഫഹുവ അൽ മുശഫഉ എന്നാണ് അവിടെ. മൗലിദിന്റെ ഏടുകളിൽ ഫഹുവ എന്നില്ല, ഫഹുവ എന്നവിടെ എഴുതി കൊടുക്കണം. ഫഹുവൽ മുശഫഉ ഗദൻ ഫീമൻ യുസല്ലി വ യുസല്ലിമു അലൈഹി. ഹബീബുൻ യുഗാറുൽ ബദറു മിൻ ഹുസ്നി വജ്ഹിഹി തഹയ്യാറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു. ഇത് ഹബീബാണ്. യുഗാറുൽ ബദറു, പതിനാലാം രാവ് പൂർണ്ണചന്ദ്രൻ മറഞ്ഞിരിക്കുന്നു, മിൻ ഹുസ്നി വജ്ഹിഹി, അവിടത്തെ മുഖ സൗന്ദര്യത്തിന്റെ കാരണത്താൽ. അപ്പൊ അവരുടെ മുഖത്തിന്റെ ആ സൗന്ദര്യത്തിന്റെ മുന്നിൽ 14-ാം രാവ് പൂർണ്ണചന്ദ്രൻ തന്നെ മറഞ്ഞിരിക്കുന്നു, നാണിച്ചിരിക്കുന്നു എന്നർത്ഥം. തഹയ്യാറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു, ചിന്തകൾ പരിഭ്രമത്തിലായിട്ടുണ്ട്, ഫീ വസ്ഫി മഅനാഹു, അവരുടെ ഹഖീഖത്തിനെ വർണ്ണിക്കുന്നതിൽ, ആ നബി തങ്ങളുടെ ഹഖീഖത്തിനെ വർണ്ണിക്കുന്നതിൽ, അവിടുത്തെ വിശേഷണങ്ങൾ പറയുന്നതിൽ ചിന്തകൾ, അവിടുത്തെ വർണ്ണിക്കുന്ന ആളുകളുടെ ചിന്തകൾ പരിഭ്രമത്തിലായിട്ടുണ്ട്, വർണ്ണിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഹബീബുൻ തജല്ലാ ലിൽ ഖുലൂബി മുഖാത്തിബ, ഹബീബുൻ ആ നബി തങ്ങൾ തജല്ലാ ലിൽ ഖുലൂബി ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് വെളിവായിട്ടുണ്ട്, പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മുഖാത്തിബൻ ആ നബി തങ്ങൾ തന്നെ അഭിമുഖീകരിക്കുന്നവനായിട്ട്. ഫതാഫു, അങ്ങനെ മലക്കുകൾ ചുറ്റി സഞ്ചരിച്ചു, ബിഹി ആ പ്രവാചകരെ കൊണ്ട്, ശുക്രൻ ശുക്രായിട്ട്. വഫീ ഹുസ്നിഹി താഹു, ആ പ്രവാചകരുടെ ഭംഗിയിൽ മലക്കുകളെല്ലാം തന്നെ പരിഭ്രമിച്ചിട്ടുണ്ട്. മലീഹുൻ, അവിടുന്ന് ലരീഫുൻ ജമീലുമാണ്, വല്ലാത്ത സൗന്ദര്യമുള്ളവരാണ്.
ഹവാ കുല്ല സിഫാത്തി ലിഹുസ്നിഹി. ഹവ അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ലിഹുസ്നിഹി അവിടുത്തെ ഭംഗി കാരണമായിട്ട്, കുല്ല സിഫാത്തി എല്ലാ വിശേഷണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഫറാഹത്ത് അങ്ങനെ എല്ലാ വിശേഷണങ്ങളിലും അവരിലേക്ക് സഞ്ചരിക്കുകയും അവരിൽ ഒരുമിച്ച് കൂടുകയും ചെയ്തു. വറാഹൽ ഖൽബു ഹൃദയം സഞ്ചരിച്ചു, ഹൃദയം സംതൃപ്തമായി. വറാഹൽ ഖൽബു ഹൃദയം ആശ്വസിച്ചു, സംതൃപ്തമായി. മിൻ ബഅദി മുസ്റാഹു അവിടുത്തെ ആ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള സഞ്ചാരം കാരണമായിട്ട്, അതല്ലെങ്കിൽ ഖൽബുകൾ അവിടത്തേക്ക് മഹബത്ത് കൊണ്ട് സഞ്ചരിച്ചു എന്ന കാരണത്താൽ, ശരീരങ്ങൾ അവിടത്തേക്ക് സിയാറത്ത് കൊണ്ട് സഞ്ചരിച്ചു എന്നതുകൊണ്ടും. മിൻ ബഅദി മുസ്റാഹു, മസ്റാഹു എന്നല്ല, മിൻ ബഅദി മുസ്റാഹു എന്നാണ്. ഹവാ കുല്ല സിഫാത്തി ലിഹുസ്നിഹി എന്നുള്ളയിടത്ത് ചില നുസ്ഖയിൽ സബാ കുല്ലൽ മിലാഹി ബിഹുസ്നിഹി എന്നുണ്ട്. അപ്പോ സബ എന്ന് പറഞ്ഞാല് കുടിച്ചു, എല്ലാ സൗന്ദര്യമുള്ളവരെയും, എല്ലാ സബാ കുല്ലുൽ മിലാഹി ബിഹുസ്നിഹി സൗന്ദര്യമുള്ള എല്ലാവരും അവിടുത്തെ സൗന്ദര്യം കൊണ്ടാണ് പിടിച്ചത്, അതിൽ നിന്നാണ് സൗന്ദര്യത്തെ സ്വീകരിച്ചത് എന്നർത്ഥം. അപ്പോ അനുസരിച്ച് അങ്ങനെ അർത്ഥം വരാം. പിന്നെ ഫറാഹത്ത് എന്നുള്ളിടത്ത് ഫറുഹ്തു എന്ന് ചില നുസ്ഖയിലുണ്ട്. ബിളമ്മിർ റാഇ വസുക്കൂനിൽ ഹായി വളമ്മിത് താഇ ലിൽ മുതകല്ലിമി ഫറുഹ്തു. അങ്ങനെ ഫറുഹ്തു എനിക്ക് ഉന്മേഷവും ഒക്കെ കരസ്ഥമായി. അപ്പൊ അർത്ഥം അങ്ങനെ വരാം. മലീഹുൻ സബാ കുല്ലുൽ മിലാഹി ബിഹുസ്നിഹി ഫറുഹ്തു വറാഹൽ ഖൽബു മിൻ ബഅദി അസ്റാഹു എന്നാണ് അവിടെ ഉള്ളത്, ആ നുസ്ഖയിലുള്ളത്. അപ്പോ അർത്ഥം വരിക, ഹൃദയം ആ സൗന്ദര്യത്തെ ബന്ദിയാക്കി വെച്ചു, അതിനാൽ ആ ഹൃദയവും സംതൃപ്തിയിലായിട്ടുണ്ട് എന്നർത്ഥം വരും. റളീതു ബിഹി ആ റസൂലുള്ളാഹിനെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു, മൗലൻ നേതാവായിട്ട്, അലാ കുല്ലി ഹാലത്തിൻ എല്ലാ സന്ദർഭത്തിലും. ഫഖുല്ലി ബഈദിദ്ദാരി അതുകൊണ്ട് നീ പറയണം വീട് അകലെയായവനോട്, ദഅനി വയ്യാഹു ബഈദുദ്ദാർ എന്ന് പറഞ്ഞാൽ ഐ മിനൽ മദീനത്തി ശരീഫത്തി മദീനത്തു ഷരീഫയിൽ നിന്ന് വീട് അകലെയായവ. വൽമുറാദു ലിമൻ ലം യുരിദി സിയാറത ലിഖസ്വതി ഖൽബിഹി വനഹ്വിഹി ഹൃദയകാഠിന്യത്താലോ മറ്റോ ആ നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ആള്, അതാണ് ബഈദുദ്ദാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ആ വ്യക്തിയോട് നീ പറയണം, ദഅനി എന്നെ നീ ഉപേക്ഷിക്കു, വയ്യാഹു ആ നബി തങ്ങളെയും എന്ന് പറഞ്ഞാൽ നീ നമ്മളെ കാര്യത്തിൽ ഇടപെടണ്ട, നീ മാറിപ്പോയിക്കോ എന്നർത്ഥം. ഞങ്ങളെ നീ ആക്ഷേപിക്കണ്ട, എന്നെയും നബി തങ്ങളെയും ആക്ഷേപിക്കാൻ ഒരുങ്ങണ്ട, ഞങ്ങളെ വെറുതെ വിട്ടേക്ക് എന്നർത്ഥം. യുവാസിലുനി എന്നോട് അവിടുന്ന് ബന്ധം സ്ഥാപിക്കുന്നു, ഫൗറൻ മറത്തൻ എന്നർത്ഥം ചില സമയത്ത്, പൈനിലേക്ക് അടുക്കുന്നു. ഫൗറൻ ചില സമയത്ത് യസുദ്ദുനി എന്ന് പറഞ്ഞാൽ യുബിഉദിനി അന്നു എന്നെ നബി തങ്ങളെ തൊട്ട് അകറ്റുന്നു.
ഇങ്ങനെ ചില സമയത്ത് എന്നിലേക്ക് അവിടുന്ന് അടുപ്പിക്കുന്നുണ്ട്, ചിലപ്പോൾ എന്നെ അകറ്റുന്നുണ്ട്. എന്നാൽ വഹാറിയണം അനറാളിൻ, ഞാൻ തൃപ്തിപ്പെടുന്നവരാണ്, അവരുടെ തൃപ്തിയുടെ മേൽ നിലകൊള്ളുന്നവരാണ്. ബില്ലതി ഒരുത്തരെ കൊണ്ട്, ഹുവ യഹ്വാഹു, ഹുവ യഹ്വാഹു അവരെ ഇഷ്ടപ്പെടുന്ന ആ ഒരുത്തരെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നവരാണ്. മൗലിദിന്റെ ഏടുകളിലുള്ളത് ഹുവ യഹ്ദാഹു എന്നാണ്, അതല്ല യഹ്വാഹു എന്നാണ്. യഹ്വാഹു യുഹിബ്ബുഹു എന്നർത്ഥം. ഫലൗലാഹു, ആ നബി തങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ മാ താബൽ ഹവാലി മുത്തയ്യമി, ഒരിഷ്ടം വെക്കുന്നവനുക്കും ഇഷ്ടം നന്നായി തോന്നുമായിരുന്നില്ല. വലസ്തഅദബത്തറുഫുൽ മദാമിഅ ലൗലാഹു, ഒരു മധുരത്തെ എത്തിക്കുമായിരുന്നില്ല കണ്ണ്. അൽ മദാമിഅ, അതിന്റെ കണ്ണുനീരിനിക്ക് ഒരു കണ്ണും ഒരു മാധുര്യത്തെ എത്തിക്കുമായിരുന്നില്ല. ലൗലാഹു, നബി തങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എങ്കിൽ. ലൗലാഹു, രണ്ടാമത്തെ ലൗലാഹു തൗക്കീദായിട്ട് കൊടുത്തതാണ്. വലൗലാഹു, അവിടെ നിന്നില്ലായിരുന്നുവെങ്കിൽ മാ ഹന്നൽ ഹുദാത്തു, ഒട്ടകം തെളിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ, ഒട്ടകം തെളിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ആഗ്രഹിക്കുമായിരുന്നില്ല. ലി ഹാജിരിൻ, ലി ഹാജിസിൻ എന്നുണ്ട്, ലി ഹാജിരിൻ എന്നുണ്ട്. ലി ഹാജിസിൻ എന്നാണെങ്കിൽ ജനങ്ങളുടെ മുതലുകളെ പിടിച്ചെടുക്കുന്ന ആ അക്രമകാരിയെ കൊള്ള ആഗ്രഹിക്കുമായിരുന്നില്ല. ഹാജിർ എന്നാവുമ്പോ ഐഫി അർളി മുർത്തഫിഅത്തിൻ ഔസത്തുഹാ മുൻഖഫിദൻ, ഉയർന്ന ഒരു ഭൂമിയിലും ഇവര് ആഗ്രഹിക്കുമായിരുന്നില്ല. വലസ്തൻഷഖൽ ഉശാഖു യൗമൻ ഖുസാമാഹു, ആഗ്രഹിക്കുന്ന ആശിഖീങ്ങളായ ആ പ്രേമഭാജനങ്ങളായ ആളുകൾ ഒരു സമയത്തും വാസനിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഖുസാമാഹു, ആ നബിത്തങ്ങളുടെ പരിശുദ്ധമായ വാസനയെ വാസനിക്കുകയും ചെയ്യുമായിരുന്നില്ല. സ്വലാത്തും വതസ്ലീമുൻ അലാ ഖൈരി മുർസലി മുഹമ്മദിനി ദാഇ ഇലാ സുബിലി മഹ്ദാഹു, ഇലാ സുബിലി മഹ്ദാഹു. ഇലാ സുബിലി മുഹ്ദാഹു എന്നാണ്. ചില നുസ്ഖയിൽ ഇലാ സുബിലി അഹ്ദാഹു എന്നുണ്ട്. രണ്ടായാലും അർത്ഥം ഒന്നു തന്നെയാണ്. സന്മാർഗത്തിന്റെ വഴികൊള്ള ക്ഷണിക്കുന്ന മുഹമ്മദ് നബി തങ്ങൾ എന്നർത്ഥം. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد يا كريم. اللهم اجعلنا وإياهم എന്നതിന്റെ അർത്ഥം ومعنا إياهم الحاضرون في مجلس الدعاء, ദുആഇന്റെ മജ്ലിസിൽ ഹാദിറായവർ എന്നാണ് ഇയ്യാഹും എന്നുള്ളതിന്റെ അർത്ഥം. ബുലൂഗുൽ മറാമിൽ അതിന്റെ 105-ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ളത്. മിമ്മൻ യസ്തൗജിബു ശഫാഅത്തഹു, അവിടുത്തെ ശുപാർശ നിർബന്ധമാകുന്ന ആളുകളിൽ ഞങ്ങളെയും ഈ ദുആഇന്റെ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയവരെയും നീ ആക്കണമേ. വയർത്തജി ബിഹി മിനല്ലാഹി റഹ്മത്തുഹു വറഅഫത്തുഹു,
നബി തങ്ങൾ മാധ്യമമായിട്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവന്റെ അനുഗ്രഹവും കരുണയും ആഗ്രഹിക്കുന്ന വിഭാഗം അവരിലും ആക്കണമേ, പെടുത്തണമേ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ബിഹുർമത്തി ഹാദൻ നബിയിൽ കരീം, ഈ ബഹുമാന്യരായ നബി തങ്ങളുടെ ബഹുമാനം കൊണ്ട്, വാലിഹി വസ്ഹാബിഹി അസ്സാലിക്കീന ലിനഹ്ജിഹിൽ ഖവീം, അവിടുത്തെ നേരായ മാർഗത്തിൽ സഞ്ചരിച്ച അവിടുത്തെ കുടുംബങ്ങളും അനുയായികളും, ഇജഅൽനാ മിൻ ഖിയാരി ഉമ്മത്തിഹി, അവിടുത്തെ ഉമ്മത്തിൽ നിന്ന് നല്ലവരിൽ ആക്കണമേ. വസ്തുർനാ ബിദൈരി ഹുർമത്തി, അവിടുത്തെ ആ ബഹുമാനം എന്ന ആ മഹത്വം കൊണ്ട് ഞങ്ങളെ നീ മറക്കണമേ, സംരക്ഷിക്കണമേ. വസ്തുർന എന്ന് പറഞ്ഞ വഖത്തിന, ഞങ്ങളെ നീ മറക്കണമേ, മൂടണമേ. അവിടുത്തെ ഹുർമത്തിന്റെ ദൈല് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തവസ്സുലിന ബിഹിയിലേക്ക ബിജാഹിഹി ഇൻദക, ഞങ്ങൾ ആ നിബിതങ്ങളെ കൊണ്ട് നിന്നിലേക്ക്, നിന്റെ അടുക്കൽ ആ നിബിതങ്ങൾക്കുള്ള ജാഹ് മേൽമത്തരം കൊണ്ട് ഞങ്ങൾ തവസ്സുൽ ചെയ്യുകയാണ്. ആ തവസ്സുൽ കാരണമായിട്ട് ഞങ്ങളെ നീ മൂടണമേ, പൊതിയണമേ. വഖുർബിഹി മിൻക, വസ്തുർന എന്ന് പറഞ്ഞ വഖത്തിന എന്നാണ്. ബിസൈലി ഹുർമത്തിഹി എന്ന് പറഞ്ഞാൽ ബിജാഹിഹി ഇൻദക എന്നർത്ഥം. അവന്റെ ഹുർമത്താകുന്ന ആ ബഹുമാനത്തിന്റെ കോന്തല എന്നൊക്കെയാണെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ആ ജാഹ്. ബി തവസ്സുലിനാ ബിഹി ഇലൈക ബിജാഹിഹി ഇൻദക വഖുർബിഹി മിൻക, ഇങ്ങനെയാണ് വമഅന ബിദൈലി ഹുർമത്തിഹി എന്നുള്ളതിന് അർത്ഥം ബുലൂഗുൽ മറാമിൽ കൊടുത്തിട്ടുള്ളത്. നിന്നോടുള്ള നബിതങ്ങളുടെ അടുപ്പം കൊണ്ടും നിന്റെ അടുക്കലുള്ള നബിതങ്ങളുടെ മേൽമത്തരം കൊണ്ടും നിന്നിലേക്ക് നബിതങ്ങളെ കൊണ്ട് ഞങ്ങൾ തവസ്സുൽ ചെയ്തിട്ടുണ്ട്. ആ തവസ്സുൽ കൊണ്ട് ഞങ്ങളെ നീ മൂടയണമേ, മറക്കണമേ എന്നാണ് അവിടെ അർത്ഥം. ബാക്കി ഭാഗങ്ങളിൽ പ്രത്യേകമായ റസലുകളോ ഒന്നും അച്ചടിയിൽ കാണുന്നില്ല. അർത്ഥവും ലളിതമാണ്, മനസ്സിലാകാവുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം വെച്ച് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ മഹവായ ഫضല് കൊണ്ട് കുറെയൊക്കെ അച്ചടിയിൽ വന്ന പെശകുകൾ നോക്കി തിരുത്താൻ സാധിച്ചു. അൽഹംദുലില്ലാ, അവന്റെ മഹവായ ഫضല് കൊണ്ട് ആ ദൗത്യം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു അത് സാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നബി തങ്ങളോടുള്ള ആ വലിയ മഹബത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.